ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം, 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 മഹത്വം. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം കർത്താവ്. അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിപ്പന്തക്കൊണ്ടും വീണ്ടും കർത്താവ് അടിയിൽ ഒരുക്കി തന്ന നല്ല സമയത്തിനും നല്ല സന്ദർഭത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം നമുക്ക് ലഭിച്ചു എന്നതാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ദൈവമക്കളെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നമുക്കേവർക്കും അറിയാവുന്ന ഒരു പഴയ മലയാള ഗാനത്തിൻ്റെ ചില അടികൾ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் என்கிற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு பிரியமானவர்களே. ஆனபடினாலும் ஒவ்வொரு நிமிடமும் ஆண்டவருக்காக, அவருடைய வருகைக்காக நாம் உற்சாகத்தோடு அவருடைய சமூகத்தில் நான் காணப்பட வேண்டும் என்பதை இந்த நாளில் உங்களுக்கு நான் அறிவிக்கிறேன். 2-3 பேர் எங்கிருந்தால் அவர் மத்தியே நான் உண்டு என்று ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். பிரியமானவர்களே, எனக்குள் இருக்கிற தேவன் உங்களோடு கூட பேச வல்லவராக இருக்கிறார். பிரியமானவர்களே, ஜெபத்தோடு கூட கர்த்தருடைய சமூகத்தில் வருவோமா? ஹல்லேலூயா. கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ഡ്. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഞാൻ അല്പനിമിഷമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്. ആകയാൽ നമുക്ക് അതിനോട് ചേർന്ന് ഒരു പഴയ ഗാനത്തിന്റെ ചില അടികൾ പാടാൻ നമുക്ക് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യക്കാന ചേരും വരെ കാത്തിടണം. ഭാഗ്യക്കാന ചേരും വരെ കാത്തിടണം. യേശുയൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. യേശുയൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം. എത്ര ബോധം പാർത്തലെത്തി ജീവിക്കുന്ന എത്ര മോദം പാർത്തലെത്തി ജീവിക്കുന്ന ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി
ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയത്തിന്റെ ഉള്ളത്തിനാഴത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ ഒന്ന് പാടി സ്തുതിച്ചാട്ടെ പ്രിയരെ. യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന വേഗം വരാമെന്നുരച്ച നാദാ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ വേഗം വരാമെന്നുരച്ച നാദാ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ യേശു എൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ രാത്രിയുടെ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു കർത്താവേ. കഴിഞ്ഞ ഒരു പകൽക്കാലവും ഞങ്ങളെ വിട്ട് കടന്നുപോയി. രാത്രിയുടെ യാമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അങ്ങയുടെ വചനം കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് ഇടപെടണം. വചനത്തിലൂടെ കർത്താവ് സംസാരിക്കണമേ അപ്പ. അവിടുത്തെ രക്തം കൊണ്ട് എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിട്ടാട്ട്. വരുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു അപ്പച്ച. അനുഗ്രഹിച്ച് പാലിക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു. തിരുവചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, അങ്ങനത്തെ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളാൽ കർത്താവ് നിറയ്ക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമാണ് നാം പലപ്പോഴും തരണം ചെയ്യുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മെ സഹായിച്ചാൽ, പ്രിയ ദൈവമക്കളെ, അതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല, അല്ലെ? ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയും ദൈവം അനുകൂലമായി വന്നാൽ എന്നുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, സങ്കീർത്തനം 56:9 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു.
ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇതിന്റെ ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം കടക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിക്കുന്ന സമയത്ത് ഉണ്ടായ പ്രതിസന്ധിയിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയരെ, സങ്കീർത്തനക്കാരൻ ഒരു അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രത്യേകിച്ചൊരു അറിവിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സാഹചര്യങ്ങൾ നൽകുന്ന അറിവുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഭവങ്ങൾ നൽകുന്ന ചില അറിവുകളുണ്ട്. ബലഹീനതകളും കഷ്ടതകളും നൽകുന്ന അറിവുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവ പൈതലേ, ദൈവ സന്നിധിയിൽ നിന്ന്, ദൈവ കൃപയിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ചില അറിവുകളുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ശത്രുവാണെന്നുള്ള, അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുവാണെന്നുള്ള ഒരു അറിവിനെക്കാട്ടിലും, ആർക്കെങ്കിലും നിങ്ങളോട് വിദ്വേഷമുണ്ട് എന്ന ഒരു അറിവിനെക്കാട്ടിലും, ആരെങ്കിലും നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന അറിവിനെക്കാട്ടിലും, നിങ്ങളെ ദ്രോഹിക്കുവാൻ തക്കവണ്ണം, അതായത് തക്കം പാർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവിനെക്കാട്ടിലും, പ്രിയരെ, നമ്മെ ഭരിക്കേണ്ടതായ ഒരറിവ് എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം അറിയേണ്ടുന്ന ഒരു കാര്യം, കർത്താവ് എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? ഇത് ഈ കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോയാൽ, കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നീ വചനം വായിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് അനുകൂലമാണോ? നിന്റെ കൂടെ ഉണ്ടോ? നിന്നോട് കൂടെയാണോ? നിന്നോട് സംസാരിക്കുന്നുണ്ടോ? നിന്റെ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുന്നുണ്ടോ? ഇതൊക്കെ നീ തിരിച്ചറിയണ്ടേ? ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയാ, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രിയരെ, ദൈവത്തിന്റെ കരം അനുകൂലമായി അനുഭവിക്കുന്ന അനേകരെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, എസ്രാ പുരോഹിതനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. എസ്രാ പുരോഹിതൻ ഒരിക്കൽ പറഞ്ഞെന്താണെന്നറിയോ? ദൈവം എനിക്ക് അനുകൂലമാണ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്രയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ അതായത് തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ എന്നാണ് അവിടെ വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദൈവ പൈതലെ, 5-ാം മാസം 1-ാം തീയതി യെരുശലേമിൽ എത്തി എന്നാണ് എസ്ര പറയുന്നത്. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ യെരുശലേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, എസ്ര ഒരു വലിയ യാത്രയിലാണ്. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. എസ്ര ഒരു വലിയ യാത്രയിലാണ്. ഏകദേശം 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയിലാണ് എസ്ര എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, താൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. താൻ പറയുക, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായത് കൊണ്ട് ഞാൻ കൃത്യസമയത്ത് ഞാൻ എന്ത് ചെയ്തു? യെരുശലേമിൽ എത്തിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്? പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. വിശ്വസിക്കുന്ന ദൈവജനമേ, ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നാം എല്ലാവരും
ഒരു സിയോൻ യാത്രയിലാണ്. ഹല്ലേലൂയ. നാം അന്യരും പരദേശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അന്യരും പരദേശികളുമായിട്ട് നാം എന്ത് ചെയ്യുക? യാത്ര ചെയ്യുകയാണ്. നമുക്കൊരു വാഗ്ദത്തമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട് ദൈവ പൈതലിൽ. ഹല്ലേലൂയ. നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. കർത്താവ് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്നുള്ളൊരു പ്രത്യാശയ നിങ്ങൾക്കും എനിക്കും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് 1-ാം മാസം അല്ലെങ്കിൽ 1-ാം തീയതി ആരംഭിച്ച യാത്ര 5-ാം മാസം 3-ാം തീയതി ഞാൻ യെരുശലേമിൽ എത്തി. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിനെ വിശ്വസിച്ച് യെരുശലേമിനെ ലക്ഷ്യമാക്കി സ്വർഗത്തെ ദർശനം കണ്ടുകൊണ്ട് അവൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. നിന്റെ യാത്ര സഫലമാകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ ബലമോ നമ്മുടെ കഴിവോ നമ്മുടെ അന്തസ്തോ ഒന്നും ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ നമ്മെ നിശ്ചിത സ്ഥാനത്ത് എത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരമാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുൻപോട്ടേക്ക് നമ്മളെ എത്തിക്കുന്നത്, നമ്മളെ അവിടെ കൊണ്ടാക്കുന്നത്. ദൈവത്തിന്റെ കരമാണ്. നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവോ ഒന്നും അല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തികളോ നമ്മുടെ ഹല്ലേലൂയ കുലമഹിമയോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. അതേ പ്രിയരെ, ഹല്ലേലൂയ, പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ദൈവ പൈതലെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ ദൈവ പൈതലെ, ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലമായിരുന്നാലും ഹല്ലേലൂയ, എന്റെ അപ്പന്റെ കരം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ധൈര്യമായിരിക്കും. എന്റെ യേശുവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് നിത്യതയുടെ തുറമുഖം വിട്ട് ദൈവ പൈതലേ, മണവാളന്റെ മാർവിൽ ചാരിക്കൊണ്ട് ധൈര്യത്തോടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയുന്ന ഒരു വാക്കുണ്ടായിരിക്കും. എന്താണെന്നറിയാമോ? ആമേൻ. ഞാൻ യെരുശലേമിൽ എത്തി. ഞാൻ യെരുശലേമിൽ എത്തി. ചേർന്ന് പറയാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്തെന്ന് പറഞ്ഞാട്ടെ, ഞാൻ യെരുശലേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യെരുശലേമിൽ എത്തി. എന്റെ പ്രിയരെ, ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തി. എന്റെ യാത്ര വിജയകരമായി പൂർത്തീകരിച്ചു. ദൂതന്മാർ ചോദിക്കും. എന്താ ചോദിക്കുന്നറിയാമോ? നീ എങ്ങനെയാണ് ഇത്രയും ദൂരം താണ്ടിയത് എന്ന് ദൂതന്മാർ നിന്നോട് ചോദിക്കും. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട നീ ജീവിതത്തിലെ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ എങ്ങനെ താണ്ടി? ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയണം. എന്ത് പറയും? എന്റെ ദൈവത്തിന്റെ കരം അവൻ എനിക്ക് അനുകൂലമായിരുന്നു. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പലപ്പോഴും ഓളങ്ങളും തിരമാലകളും പോലെ അവൻ പ്രശ്നങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുക അല്ലെങ്കിൽ കടന്നു വരും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട. ഹല്ലേലൂയ. ഓളങ്ങളെ കണ്ട് പരിഭ്രമിച്ച് നിൽക്കരുത് സഹോദരി. ആമേൻ. വീശുന്ന കാറ്റിനെ കണ്ട് ഭയപ്പെടേണ്ട. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തന. കർത്താവ് വിശ്വസ്തന. നമ്മോട് കൂടെയുണ്ട്. അനുകൂലമായ ആ കർത്താവിന്റെ സാഹചര്യത്തിന് മുൻപിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും അധൈര്യപ്പെടേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവന്റെ കരം നമുക്ക് അനുകൂലമായത് കൊണ്ട് എന്റെ പ്രിയരെ, നാം അധൈര്യപ്പെടേണ്ട ആവശ്യം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്റെ ഒരു യാത്രയിലാണ്. ദൈവമക്കളെ, നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കി പറയാം. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്ന തന്നെ ഒരു യാത്രയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതൊരു യാത്രയിലാണ്. ഒരു ദേശത്തേക്ക് പോകുന്നതും ഒരു യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, നിങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില യാത്രകൾ അവൻ ശത്രുവായവൻ തടഞ്ഞു നിർത്തുന്ന ഹല്ലേലൂയ സന്ദർഭങ്ങൾ ചില സമയത്ത് ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖല ഹല്ലേലൂയ നമുക്കത് തടസ്സം
തടസ്സമായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രതികൂലമായി നിന്നേക്കാം. കുടുംബജീവിതം നമുക്കൊരു തടസ്സമായി വന്നു എന്ന് വരാം. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെക്കുവാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വഴിയടച്ച് ശത്രു വെല്ലുവിളിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ദൈവ പൈതലേ, 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേൽ നിന്ന് ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായത് കൊണ്ട്, ആമേൻ, അവർ ഹല്ലേലൂയ, ഞാൻ 5-ാം മാസം, ആമേൻ, ഞാൻ 5-ാം മാസം 1-ാം തീയതി യെരുശലേമിൽ എത്തി എന്ന് എസ്ര വ്യക്തമാക്കുകയാണ്. അതായത് 4 മാസത്തെ പ്രയാണങ്ങളിൽ കൂടെ അവൻ നിശ്ചിത സ്ഥാനത്ത് എത്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലേ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായത് കൊണ്ട് എന്റെ യാത്ര തുടരും. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായത് കൊണ്ട് എന്റെ യാത്ര മുൻപോട്ട് പോകും. എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ ദൈവമക്കളെ, ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപാകെ ഏലിയാവ് ഓടി, ഹല്ലേലൂയ, ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഏലിയാവ് പറയാം, ഇത് മതി, ആമേൻ, ഹല്ലേലൂയ, ഇത് മതിയെന്ന് പറഞ്ഞ ഏലിയാവിനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരോബിലേക്ക് യാത്ര തുടരുമാറാക്കിയ ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, ഒരു പക്ഷേ ഹല്ലേലൂയ ആത്മീക ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നീ വിചാരിച്ചേക്കാം. അല്ലല്ല, ഹല്ലേലൂയ, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഇനി നിനക്ക് യാത്ര മുൻപോട്ടുണ്ട്. ആമേൻ. ഇവിടെ എസ്ര പറയുന്നു, ദൈവത്തിന്റെ കരം അനുകൂലമായി വന്നാൽ, ഹല്ലേലൂയ, യാത്രകൾ സഫലമായി വരും. പ്രൈസ് ദി ലോർഡ്, നിശ്ചിത സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്ന് എസ്ര വ്യക്തമാക്കുകയാണ്. രണ്ടാമതായിട്ട്, പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുകൂലമായി വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ഒരു മനുഷ്യന് അനുകൂലമായി അവന് സകലതും നന്മയായി ഭവിക്കും. ദൈവത്തിന്റെ അനുകൂലമായ സാഹചര്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും അധൈര്യപ്പെടേണ്ടി വരികയില്ല. അത് നാം ആഗ്രഹിക്കുന്ന കാര്യം, നാം ഏത് കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ അത് സാധിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലേ, മാത്രമല്ല ഹല്ലേലൂയ, നമുക്കറിയാം, നമുക്കേയും ചില ഈ ഭൗതികമായ ചില ഓഫീസുകളിൽ ചില ആപ്ലിക്കേഷൻസുകളൊക്കെ കൊടുക്കാറുണ്ട്. കൊടുത്തിട്ട് അതിൽ നിന്ന് എന്താ മറുപടി ഇല്ലാതെ ഭാരപ്പെടുന്ന എത്രയോ പേരെ കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ലോകത്തിന്റെ അധികാരങ്ങളുടെ മുൻപാകെ ഒരു പേപ്പർ അഥവാ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ, എന്റെ പ്രിയരെ, ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ അപേക്ഷകൾ ദൈവ പൈതലേ അത് അവിടെ സ്വീകരിക്കപ്പെടും. ഹല്ലേലൂയ, അംഗീകരിക്കപ്പെടും. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പലവിധമാകുന്ന വിഷയങ്ങളിൽ നീ ഭാരപ്പെടുകയാണ്, നീറി പുകയുകയാണ്. നിന്റെ വിഷയം ആരോട് പറയുവാൻ കഴിയാതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, ഓരോ നിമിഷവും ഹല്ലേലൂയ ഒരു ജീവിതത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ ഭാരപ്പെടുന്ന അനേകർ ഇന്ന് ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കരം നിന്നോട് കൂടെയുണ്ട്. കുഞ്ഞേ, നീ അധൈര്യപ്പെടേണ്ട, ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടെ അത് ഏറ്റെടുക്കുവാൻ കഴിയും? യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ കഴിയുമോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. ഏത് പ്രതിസന്ധി വന്നിരുന്നാലും അധൈര്യപ്പെട്ടു പോകരുത്, മാറി നിൽക്കരുത്. കർത്താവ് കൂടെയുണ്ട്. കർത്താവിന്റെ ആ വലിയ സാന്നിധ്യത്തിന്റെ മറവില് നിങ്ങളും ഞാനും ആയിരിക്കുന്നത് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിശ്ചയമായും നമ്മുടെ മേലുള്ള എല്ലാ പ്രയാസ പ്രതികൂല മേഖലകളും മാറിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലേ, അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ. ധൈര്യത്തോടുകൂടി ആ കൃപാസനത്തിനരികിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? കർത്താവ് സഹായിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുക, ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ലോകം നിന്നെ കൈവിടും, ലോകം നിന്നെ കൈവിടും. സകലരും നിന്നെ ഹല്ലേലൂയ നിന്ദിച്ച് വെറുത്ത് ഒതുക്കിടും.
അങ്ങനെയാ ലോകത്തിന്റെ സ്ഥിതി, ലോകത്തിന്റെ കാര്യം അങ്ങനെയാ. നമുക്ക് പണവും സമ്പത്തും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുപാട് സ്നേഹിതരുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശേഷങ്ങൾ തിരക്കാൻ എന്നും ആളുണ്ടാകും, എന്നും ഫോൺ കോൾ വരും, എന്നും നമ്മുടെ ഭവനത്തിൽ കയറി വരും. പക്ഷേ നമുക്കൊരു കഷ്ടം വരട്ടെ, നമുക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, ഒരു കുഞ്ഞു പോലും നമുക്ക് കാണത്തില്ല. ഇതാണ് ഇന്നത്തെ ലോകം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതാണ് ഞാൻ അപ്പോഴേ പാടിയ പാട്ടിന്റെ ആ ഒരു സ്റ്റാൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ലോകം നമ്മളെ വെറുത്തൊതുക്കും. പ്രിയരെ, നമുക്ക് ഒരു ലൈൻ ഒന്ന് പാടി നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യം കാണാൻ ചേരും വാരേ കാത്തിടേണം. പ്രിയമുള്ള ദൈവമക്കളെ, ലോകം നമ്മളെ വെറുത്തൊതുക്കും, പക്ഷേ നമ്മളെ വെറുക്കാതെ ആമേൻ. കാലലിയ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളെ അപ്പന്റെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ മുൻപിൽ ലോകം നമ്മളെ വെറുത്താൽ എന്താ, നമ്മളെ ഒതുക്കിയാൽ എന്താ, നമ്മളെ ആക്ഷേപിച്ചാൽ എന്താ, ഇതൊന്നും നമ്മൾ കാര്യമാക്കരുത്. കാരണം യേശുവിന്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മളോട് കൂടെയുണ്ട്. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ എന്റെ ഒരു അനുഭവ സാക്ഷ്യം ഒരു മിനിറ്റിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് മുമ്പോട്ട് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്റെ മകളാണ്. പ്രൈസ് ദി ലോർഡ്. പല എതിർപ്പുകളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ച് കടന്നു വന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ, ഞങ്ങൾ വളരെയധികം കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ്, എന്നാൽ ഞങ്ങളുടെ ഡാഡി ആരാധന കഴിഞ്ഞ് രാത്രി ഏകദേശം 8 മണിയോടുകൂടെ ഒരു സന്ധ്യയോടുകൂടെ കടന്നു വരിക. എന്നാൽ ചില എതിരികൾ, ചില എതിർപ്പിന്റെ ഇവിടെ പ്രസംഗിക്കരുത്, പാടരുത്, ഇങ്ങനെ പറയുന്ന ചില വ്യക്തിത്വങ്ങൾ കല്ലൊക്കെ ആയിട്ടിരിക്കുക, കല്ലെറിയാനായിട്ട് നോക്കണം. ദൈവമക്കളെ, എങ്ങനെയെങ്കിലും കർത്തൃദാസൻ അതുവഴി പാസ് ചെയ്താൽ എറിഞ്ഞ് കൊല്ലണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി 10-16 പേര് പമ്മിയിരിക്കുക. എന്നാൽ നോക്കണം ദൈവമക്കളെ, എപ്പോഴും പോലെ അന്നത്തെ കാലത്ത് ഹല്ലേലൂയ ബസ്സല്ലേ, ബസ്സൊക്കെ വിട്ട് നടന്നു വരുന്ന സമയം എന്റെ പ്രിയരെ, ഹല്ലേലൂയ ആരാധനയൊക്കെ കഴിഞ്ഞ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ പിതാവ് കടന്നു വരുമ്പോൾ എറിയാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, എന്റെ പ്രിയരെ, ഹല്ലേലൂയ അവര് ഞങ്ങളുടെ ഡാഡി നടന്നിങ്ങനെ പോവുകയാ. രാത്രിയാ, ഇരുട്ട, ഒന്നും കാണത്തില്ല. എന്നാൽ കല്ലെറിയാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരുടെ കയ്യിൽ കല്ലുണ്ട്, പക്ഷേ ആരുടെയും കൈ അത് കല്ലെറിയാനായിട്ട് കൈ പൊങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാ ഞങ്ങൾക്ക് ഈ വിഷയം അറിഞ്ഞെന്ന് ചോദിച്ചാൽ നോക്കണം ദൈവമക്കളെ, ആരും എറിയാതെ എല്ലാവരും അവിടെ ഇരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരുത്തർക്കും കല്ലെറിയാൻ കൈ പൊങ്ങിയില്ല. നോക്കണം ദൈവമക്കളെ, കുറേ നാളുകൾ കഴിഞ്ഞു, ചില നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ കല്ലെറിയാനിരുന്ന ഒരു വ്യക്തിക്ക് ടൈഫോയിഡ് ഫീവർ. നോക്കണം ദൈവമക്കളെ, അന്നും ഞങ്ങൾക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി മാത്രമാണ്. പക്ഷേ ആ സഹോദരന് ടൈഫോയിഡ് വന്നപ്പോൾ ആരും സ്വന്തം ബന്ധം ആരും തന്നെ ശുശ്രൂഷിക്കാൻ ഉണ്ടായില്ല. എൻ്റെ മൂത്ത സഹോദരൻ മാത്രം, അന്ന് BA-യുടെ എക്സാം എഴുതാനായിട്ടിരിക്കുന്ന എൻ്റെ സഹോദരൻ, എൻ്റെ പ്രിയരെ, ഈ വ്യക്തിയുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുക. പിറ്റേ ദിവസം നേരം വെളുത്ത് രാവിലെ വന്ന് എക്സാം എഴുതേണ്ടിയതാ. പക്ഷേ എൻ്റെ സഹോദരൻ ഈ വ്യക്തിയെ കൊണ്ട് കടന്നുപോയി. അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്നിട്ട് നേരം വെളുത്ത് രാവിലെ വന്ന് എക്സാം എഴുതുകയുണ്ടായി. അന്ന് ആ സമയത്ത് ആ സഹോദരൻ കല്ലെറിയാനിരുന്ന സഹോദരൻ പറഞ്ഞ് കരഞ്ഞ ഒരു വിഷയമുണ്ട്. അവിടുത്തെ അപ്പച്ചനെ ഞങ്ങളെല്ലാവരും കല്ലെറിയാനിരുന്നതാ, പക്ഷേ ഞങ്ങളുടെ ആരുടെയും കൈ പൊങ്ങിയില്ല എന്ന് നോക്കണം ദൈവമക്കളെ. കാരണം എന്താണെന്നറിയാമോ? അന്ന് ഹല്ലേലൂയ അവർ കല്ലെറിയാനിരുന്നെങ്കിൽ കല്ല് കൂട്ടിയവരാ മുഴുവൻ പേരും, പക്ഷേ 10-16 പേരുടെ കൈ പൊങ്ങാനിടയായില്ല. അതാണ് യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും യേശുവിന്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് തന്നെയാണ്. പുറകിലേക്ക് പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആകയാൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ഏതെങ്കിലും പോരാട്ടങ്ങളുടെ നടുവിലൂടെ, നീ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ ഭാരപ്പെട്ട് നീറിപ്പുകയുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? ഒരു പക്ഷേ നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ട അവസ്ഥയാണോ? നീ സമൂഹത്തിൽ നീ ജോലി ചെയ്യുന്ന ഇടത്ത് നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ കുറ്റപ്പെടുത്തി കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? നിന്റെ സഭയിൽ നീ വേർപെട്ട അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? കുഞ്ഞേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന്
ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അപ്പാ, ഒന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം ഒന്ന് പറഞ്ഞാട്ടെ, അപ്പാ അങ്ങ് എനിക്ക് അനുകൂലമായി വരണം. എന്റെ എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കുവാൻ എന്റെ യേശുവിന്റെ കരം എനിക്ക് ആവശ്യമാണ്. അപ്പാ, അങ്ങയുടെ സാഹചര്യം, അങ്ങയുടെ അനുകൂലമായ സാഹചര്യം എനിക്ക് വേണമെന്ന് പറയുന്നവർ ഒന്ന് ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തെ ഒന്ന് റിസീവ് ചെയ്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രികാലം വലിയ നന്മയും അനുഗ്രഹവും ഹല്ലേലൂയ നിങ്ങളെ തേടി വരും. ദൈവത്തിന്റെ ജീവനുള്ള വചനം ഹല്ലേലൂയ ഉറപ്പിക്കുകയാണ് ദൈവ പൈതലെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ആകയാൽ നമ്മളെ നിന്ദിച്ചൊതുക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞെ, ഉറക്കെ പ്രാർത്ഥിച്ചട്ടെ, കർത്താവേ അങ്ങ് എനിക്ക് അനുകൂലമായി വരണം. അങ്ങയുടെ അനുകൂലമായ സാഹചര്യത്തെ ഹല്ലേലൂയ എന്നോട് കൂടെ ഏത് നിമിഷവും അപ്പന്റെ വലിയ അനുകൂലമായ സാഹചര്യത്തെ ഞാൻ അനുഭവിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഇവിടെ എസ്ര ഒരു യഹൂദനും രാജാവ് പേർഷ്യനുമാണ് ദൈവ പൈതലെ. എന്നാൽ എസ്ര ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ പേർഷ്യൻ ഭരണ സംവിധാനത്തിനടുത്ത് പേർഷ്യന്റെ മുൻപിലുള്ള ഫയലുകളൊക്കെ ചലിക്കുവാൻ തുടങ്ങി. എന്റെ പ്രിയരെ, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. യഹോവ അനുകൂലമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരു ശക്തിക്കും ഒരു ദൈവ പൈതനെ ഒന്ന് തൊടുവാൻ പോലും സാധിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം അതിന് അനുവദിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വിശ്വസിക്കുക. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആമേൻ, ഏതെങ്കിലും അപ്രൂവൽസ് ലഭിക്കാതെ ഹല്ലേലൂയ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുകയാണോ? ഇന്ന് രാത്രികാലം വചനത്തിലൂടെ വിശ്വസിക്കൂ. ഹല്ലേലൂയ, കർത്താവ് നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ എനിക്ക് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ടി വരികയില്ല എന്ന ഒന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. തടയപ്പെട്ട അനുഗ്രഹങ്ങൾ തിരികെ ലഭിക്കും ദൈവ പൈതലെ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇയ്യോബിന്റെ ചരിത്രം ഞാൻ ഹല്ലേലൂയ ചിന്തിച്ചു പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ പോലെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തോന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് സകലതും എല്ലാം നഷ്ടപ്പെട്ട് അതൊക്കെ പോകട്ടെ, തന്റെ കുഞ്ഞുങ്ങളടക്കം നഷ്ടപ്പെടുമ്പോൾ പുത്ര സമ്പത്തും നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഹല്ലേലൂയ ആ സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഓ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇവിടെ ഇയ്യോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഗ്ലോറി ഹല്ലേലൂയ. സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവ പൈതലെ. നമുക്ക് ഇയ്യോബ് ഒരു മുൻമാതിരിയാ. ആമേൻ ഹല്ലേലൂയ. ഒരു മാതൃകാ പുരുഷനാ. കഷ്ടങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, നിസ്സാര പ്രതികൂലമാണോ എന്റെ പ്രിയരെ ഇയ്യോബ് അനുഭവിച്ചത്? ആമേൻ. ഈശാന മൂലൻ എന്ന് വേണം പറയുവാൻ. 4 സൈഡിൽ നിന്നും ഹല്ലേലൂയ കാറ്റ്, ഓ ഹല്ലേലൂയ, വലിയ ശക്തമായി ഇയ്യോബിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോഴും ഇയ്യോബ് അധൈര്യപ്പെട്ടില്ല. ധൈര്യത്തോടെ നിന്നു. അപ്പോഴും ഇയ്യോബിന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനിയെങ്കിലും എന്റെ മനുഷ്യ, നിന്റെ ദൈവത്തെ നീ തള്ളി പറഞ്ഞിട്ട് പോയെങ്കിൽ ചത്തുകളക എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവ മക്കളെ, അപ്പോഴും ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ഗ്ലോറി ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടെ പറയുവാൻ കഴിയും? ദേഹരഹിതനായി ഞാൻ എന്റെ ദൈവത്തെ കാണും. അതാണ് എന്റെ പ്രത്യാശ. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലെ, തടയപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ തിരികെ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടമായതിനെ ഇരട്ടിയായി ഹല്ലേലൂയ നൽകുവാൻ തക്കവണ്ണം, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ. അതാണ് ദൈവ പ്രവൃത്തി. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, മൂന്നാമതായിട്ട് ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉള്ള ഹല്ലേലൂയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചിലർ കണ്ടിട്ടില്ലേ ദൈവമക്കളെ, ഒരു നിസാര വിഷയം വരുമ്പോൾ സ്ത്രീകളാണെങ്കിൽ ഉടൻ തന്നെ അമ്മയും ആംഗ്ലമാരെയും ഒക്കെ വിളിച്ചിരുന്ന കാര്യങ്ങൾ പറയും. അയ്യോ എനിക്ക് അങ്ങനാണ്, എനിക്ക് ഇങ്ങനാണ്. ദുഃഖം വരുമ്പം ആ വീട്ടുകാരെ എല്ലാവരുടെയും അവരുടെയും സമാധാനത്തെ നഷ്ടപ്പെടുത്തും. നമ്മുടെ ജെൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ പുരുഷന്മാർ എന്ത് ചെയ്യും? ഉടൻ തന്നെ ഫൈനാൻഷ്യലി പ്രോബ്ലം ഫൈനാൻസ് തേടി പോകും. പക്ഷേ
ദൈവമക്കളെ, ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടോ, നിന്നോട് കൂടെ ഉണ്ടോ? കുഞ്ഞേ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചുകൂടെ? മുട്ടുമടക്കി ഇരുന്നു കൊണ്ട് ഓ ജീസസ് ഹല്ലേലൂയ, കഷ്ടങ്ങൾ താണ്ടുവാൻ അല്ലെങ്കിൽ കഷ്ടങ്ങളെ ഫേസ് ചെയ്യുവാൻ എന്റെ കർത്താവിനോട് ആദ്യം പറയാം. എന്റെ അപ്പൻ എനിക്ക് ഹല്ലേലൂയ അനുകൂലമാണ്. എന്റെ അപ്പന്റെ അനുകൂലമായ സാഹചര്യം എന്റെ കൂടെ ഉള്ളപ്പോൾ ഏത് പ്രതിസന്ധി വന്ന എനിക്കെന്താ എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ അപ്പന്റെ മേൽ ആ ഭാരത്തെ ഞാൻ ഇറക്കി വെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവ പൈതലേ, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അസാധാരണമായ ഒരു ധൈര്യം നമ്മെ ഭരിക്കുവാൻ തുടങ്ങും. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവ പൈതലേ, നമുക്കൊരു ധൈര്യം നമുക്ക് വരും. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ധൈര്യം ഉണ്ടാകും. നിസാര വിഷയങ്ങൾ വരുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമെന്ന് ഹല്ലേലൂയ, നമുക്ക് അനുകൂലമെങ്കിൽ നാം തളർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം കലങ്ങി പോകത്തില്ല. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെയാണ് ദൈവ പൈതലേ നിങ്ങളും ഞാനും ഒക്കെ ഫേസ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നാട്ടുകാർ, വീട്ടുകാർ, ഉറ്റവർ, ഉടയവർ എല്ലാവരും നിനക്കെതിരെ വെല്ലുവിളിച്ചാലും മകനെ, മകളെ, നീ ആ ധൈര്യപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ കരം ആമേൻ ഹല്ലേലൂയ നിനക്ക് അനുകൂലമാണ്. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഇരിക്കുന്ന ഇടത്ത് അപ്പടി ഒന്ന് സ്തുതിച്ചാട്ട്, കർത്താവേ അങ്ങയുടെ ഹല്ലേലൂയ കരം എന്നോട് കൂടെയുണ്ടപ്പ എന്ന് സങ്കീർത്തനം 46:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പിന്നെ എന്താ ദൈവമക്കളെ? പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഭയപ്പെടുകയില്ല എന്നൊരു ഭക്തൻ പറയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവ നിവാസത്തെ, അത്യുന്നതന്റെ ഹല്ലേലൂയ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രിയരെ, ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു നദിക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയും, എന്നാൽ സമുദ്രത്തിനോ പേടിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സമുദ്രമാകുന്ന ലോകം നമ്മെ നിന്ദിച്ച് കൊഞ്ഞനം കുത്ത്, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ഞനം കുത്ത്, നമ്മളെ ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു കുഴപ്പങ്ങൾ അവർക്കുള്ളതല്ലേ ദൈവമക്കളെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നദിയാകുന്ന ദൈവകൃപയ്ക്കകത്ത് ആമേൻ ഹല്ലേലൂയ കഴിയുന്ന ആ ഒരു വ്യക്തിക്ക് ധൈര്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ അഭിഷേക ശക്തിയാൽ നിറയുന്ന ഒരു ദൈവ പൈതൽ ഇതൊന്നും ഒരു വലിയ വിഷയം അല്ല. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ ആമേൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞു അല്ലെ. അതിരാവിലെ നമുക്കറിയാം, രാജാവ് ഒരു സ്വസ്ഥതയും രാജാവിന് ഉണ്ടായിട്ടില്ല. രാജാവ് ഉറങ്ങിയിട്ട് പോലുമില്ല. അതിരാവിലെ, വചനം പറയുന്ന അതിരാവിലെ ഈ രാജാവ് ഗുഹയുടെ അരികിൽ വന്നിട്ട് ദുഃഖസ്വരത്തോടെ എങ്ങനെ വിളിച്ചതറിയാമോ? ദാനിയേലേ. ഓ, എന്തൊരു ഭവ്യമായ വിളിയാ അല്ലേ? ദാനിയേലേ, ഉണ്ടോ എന്നറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. നീ അവിടെ ഉണ്ടോ എന്നാ ചോദിച്ചത്. പ്രിയരെ, ദാനിയേലിന് അറിയാമായിരുന്നു ഒറ്റ കാര്യം. എന്താണെന്നറിയാമോ? ദാനിയേലിന് അറിയാമായിരുന്നു, എന്റെ ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയുന്നതിന് മുൻപായി ദൈവം ആ സിംഹങ്ങളുടെ വായെ അടച്ച് കളഞ്ഞു. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദാനിയേലിന് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ദാനിയേലിന് അല്പം പോലും ഭയമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? 3 വേളയും തെറ്റിക്കാതെ ഹല്ലേലൂയ 3 നേരവും യെരുശലേമിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന ഒരു മഹാനായിരുന്നു, ഒരു മഹാപ്രഭു എന്ന് വേണം പറയുവാൻ. പ്രാർത്ഥന വീരനായിരുന്നു ദാനിയേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ദാനിയേലിന് ഒരു ചഞ്ചലിപ്പും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ദാനിയേൽ ധൈര്യത്തോട് കൂടെയിരുന്നു. കാരണം ദൈവത്തിന്റെ കരം ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നെഹമ്യാവിനെ
ഒബദ്യ എന്ന പ്രവാചകി തന്നെ പേടിപ്പിക്കുവാൻ നോക്കി. ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായത് കൊണ്ട് താൻ ഭയപ്പെട്ടിട്ടില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ദൈവം തന്റെ പ്രവാചകന്മാരെ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ആലോചന നിന്നോടുള്ളത്, നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇതാ എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ നിലവിളിക്കുകയല്ല. ദൈവ പൈതലേ, തെരുവീതികളിൽ അവൻ ശബ്ദമുണ്ടാക്കത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പ്രതിസന്ധി വരുമ്പോൾ അസാധാരണമായ ഒരു ധൈര്യം അവനിൽ ഉണ്ട് എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകം പ്രതികൂലമായി വന്നേക്കാം, ശരീരം പ്രതികൂലമായി വന്നേക്കാം, ജീവിത പങ്കാളി പ്രതികൂലമായി വന്നേക്കാം, മക്കൾ, കുടുംബം നിനക്ക് പ്രതികൂലമായി വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമെങ്കിൽ സകലതും പ്രതികൂലമാകുമ്പോഴും ദൈവ പൈതലേ, നീ തകർന്നു പോകയില്ല, നീ തളർന്നു പോകയില്ല, നിനക്ക് ചഞ്ചലിപ്പുണ്ടാകത്തില്ല. കാരണം ജീവനുള്ള ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ വെറുത്തോട്ടെ, എല്ലാവരും നിന്നെ നിന്ദിച്ചോട്ടെ, ആക്ഷേപിച്ചോട്ടെ, എന്തൊക്കെ വന്നാലും ശരി, ഹല്ലേലൂയ, നീ അധൈര്യപ്പെടുകയില്ല. ദൈവ പൈതലേ, നീ നിൽക്കുന്നത് ഉറപ്പേറിയ പാറമേല, ക്രിസ്തുവാകുന്ന പാറമേല. അതുകൊണ്ട് നിനക്ക് ഒരു ചഞ്ചലിപ്പും ഉണ്ടാകത്തില്ല എന്ന് ഇന്ന് രാത്രികാലം വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, ദൈവം അനുകൂലമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില തലവന്മാരെ തന്നോടുകൂടി കൂട്ടിവരുത്തുന്ന ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ഇസ്രായേലിന്റെ വെല്ലുവിളിയുടെ മുൻപാകെ ഏലിയാവ് ഭയന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഏലിയാവിനെ പോലൊരു വലിയ മഹാനെ, വലിയ മനുഷ്യനെ നമുക്ക് കാണാൻ വേറെ ഇല്ല. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാ. അതുപോലെ തന്നെ നടന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്, ഒരു പ്രാർത്ഥന, വലിയ ഒരു ഭക്തനാണ് ഏലിയാവ്, നമുക്കറിയാം. എന്നാൽ ഏലിയാവ് ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ ഭയന്ന് ഒറ്റ ഓട്ടമോടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവമക്കളെ, ഈ സാഹചര്യത്തിൽ ഏലിയാവ് ചിന്തിച്ചില്ല, ദൈവം തനിക്ക് അനുകൂലം അല്ല എന്നൊരു തോന്നലാ തനിക്ക് ഉണ്ടായിരുന്നതല്ലേ. അതുകൊണ്ടാണ് ഏലിയ ഓടിയത്, ഭയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രവൃത്തികളിൽ താൻ ആടി ഉലഞ്ഞു പോയി എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. ഏലിയാവ് ഈ സമയം പ്രതികൂലമുണ്ടായപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? തന്റെ ബാല്യക്കാരനെ വിട്ടിട്ട് താൻ പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് പോകുകയാണ്. പ്രിയരെ, വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് ആവശ്യമാണ്. ഒരു ദൈവ പൈതലെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് ആവശ്യമാണ്. കൂട്ടായ്മ ബന്ധം നമുക്ക് വേണം. ആകയാൽ എത്ര പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്? എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്? ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ജോലി ചെയ്യുന്ന ഇടത്തിലൊക്കെ വചനം പറയാറുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാ അല്ലേ? അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാ. അവരോടൊക്കെ വചനം പറയാറുണ്ട്. പലയിടങ്ങളിൽ എതിർപ്പുകളുണ്ട്. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നിടത്തൊക്കെ മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ അവിടെയും ഞാൻ പ്രാർത്ഥിക്കും, അവിടെയും ഞാൻ പ്രസംഗിക്കും, അവിടെയും ഞാൻ ദൈവത്തിന് വചനം പറയും, എല്ലാം ചെയ്യും. പക്ഷേ ആരും അറിയത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്നൊക്കെ പലയിടങ്ങളിലും അങ്ങനെ തന്നെയാ. ദൈവ പൈതൽ എത്ര പേർക്ക് കൂട്ടായ്മ ബന്ധമുണ്ട്? ഒരുമിച്ചിരുന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കഥ കടച്ചിട്ടൊക്കെ ഇരുന്ന് ആരും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് പലരെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഡോക്ടർമാർ അറിയാതെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ പ്രശ്നമാണ്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് പോയത്, ഹല്ലേലൂയ, ഏലിയാവിനോട് കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുക, തന്റെ ബാല്യക്കാരനെ തനിച്ചാക്കിയിട്ട് ഏലിയാവ് പോവുകയാണ് ചെയ്തത്. എന്നാൽ ദൈവ പൈതലെ, വചനം
കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നമുക്ക് കൂട്ടായ്മ, ബന്ധം അഥവാ ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഒരു സഹോദരിയുണ്ട്, എൻ്റെ അഡ്മിനാണ്. അല്ലെങ്കിൽ ദൈവമക്കളെ, ഞങ്ങൾ പലപ്പോഴും ഫോണിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. എനിക്കെന്തോ ഒരു വലിയ ഒരു സ്വത്ത് ലഭിച്ചതുപോലെയാ. കരം കൊടുത്ത് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്. എൻ്റെ വേറെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ഒരു അഡ്മിനുണ്ട്. എനി ടൈം പാടും, എനി ടൈം പ്രാർത്ഥിക്കും. ഇങ്ങനെ വേണം. ഇങ്ങനെയാണ് ദൈവമക്കൾ. ഏത് നിമിഷവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. നമ്മൾ അങ്ങോട്ട് പോയാലും ശരി, ഇങ്ങോട്ട് വന്നാലും ശരി, നമ്മൾ തനിച്ചായാലും ശരി, എവിടെയായിരുന്നാലും ശരി, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കണം. കൂട്ടായ്മ നമ്മുടെ കർത്താവുമായിട്ടായിരിക്കണം. ഈ ലോകത്തിലെ ബന്ധമല്ല നമുക്ക് ആവശ്യം. പിന്നെയോ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ അപ്പനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. അഭേദ്യ ബന്ധം നമ്മൾ സ്ഥാപിച്ചവരായിരിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണം ദൈവങ്ങളെ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം. പ്രാർത്ഥിക്കുമ്പോൾ പിന്മാറ്റക്കാർ തിരിച്ചു വരണം ദൈവമക്കളെ. പ്രാർത്ഥനയിൽ വിടുതൽ ഉണ്ടാകണം, അത്ഭുതങ്ങൾ നടക്കണം. അതാ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വചനം ഏറ്റെടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? കർത്താവ് ഇന്ന് രാത്രികാലം വചനത്തിലോട് നിങ്ങളോട് ഇടപെടട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ചിലർക്ക് ദുഃഖങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? ചിലർക്ക് പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് ചെന്നിട്ട് സെൽഫോൺ എടുത്ത് വാട്സപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. പെട്ടെന്ന് ഓടി ചെന്നിട്ട് ഫേസ്ബുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യും. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ആരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവത്തില്ല. ചിലരങ്ങനെയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലരിങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഏകാന്തത സൃഷ്ടിക്കും. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ബ്ലേഡ് എടുത്ത് വെച്ച് കൈ അറുക്കുന്നതിലോ ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല. ആമേൻ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ചെയ്യുന്നതിൽ എന്തർത്ഥമായിരിക്കുന്നതാ? ദൈവമായിട്ട് ബന്ധം വേണം. ഹല്ലേലൂയ. ദൈവമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകണം. ഒരു ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സെൽഫോണൊന്നും നമുക്ക് കൂടെ നിൽക്കത്തില്ല. ദൈവ വൈദ്യ കൂട്ടുകാർ കൂടെ നിൽക്കത്തില്ല. അവരൊക്കെ വിട്ടച്ചു പോകുന്നവരാ. നമ്മോട് കൂടെ ഇരുന്ന മകനെ, മകളെ, നിന്റെ വിഷയം എന്താ? നിന്റെ പ്രയാസം എന്താ? ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്ന എന്റെ കരം നിന്നോട് കൂടെയുണ്ടെന്ന് കൂടെ ആവർത്തിച്ച് പറയുന്ന കർത്താവിന്റെ ശബ്ദത്തിന്റെ മുൻപിലാണ് നിങ്ങളും ഞാനുമായിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. യേശു കർത്താവ് പലപ്പോഴും തനിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഇടം, പരിസരം അല്ലെങ്കിൽ സ്ഥലം കർത്താവ് തേടി അന്വേഷിച്ചു എന്ന് നമുക്ക് പലയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമെങ്കിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കും. ദൈവം പൈതലേ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2010 മുൻപ് ഞാൻ ഹല്ലേലൂയ ദൈവമക്കളെ, ഞാൻ കൂട്ടുകാരോട് കൂടി ചേർന്ന ഞാനൊരു ചെറിയൊരു വാട്സപ്പ് ഞാൻ ആരംഭിച്ചതാ. ഇന്നത് 2 വാട്സപ്പായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പായിട്ട് ഞാൻ അത് മാറ്റിയെടുത്തിരിക്കുക. കൂട്ടായ്മ. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമായി എനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പോലും ഞാൻ ആരെയും ഞാൻ റിമൂവ് ചെയ്യാറില്ല. ദൈവമക്കളെ, അതിനുകൂടെ ഞാൻ എൻ്റെ അഡ്മിന്മാരെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ആരെയും മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലേ, നാം എന്ത് ചെയ്യണം? കൂട്ടായ്മ, ബന്ധം നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം. അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുന്നു. ഒരാത്മാവെങ്കിലും രക്ഷപ്പെടട്ടെന്നേ. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, യോന കടൽക്ഷോഭമുണ്ടായപ്പോൾ യോനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമാണോ അല്ല എന്ന്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവക്കളെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലം അല്ല. താൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ വെള്ളത്തിലങ്ങ് ഇട്ടേക്കാം, വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പൊക്കോളാൻ. എന്നാ യോന പറഞ്ഞത്? എന്നെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞേക്കാൻ. കാരണം ഞാൻ നിമിത്തം നിങ്ങളും നശിക്കും, പക്ഷെ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എന്നെ വലിച്ചെറിഞ്ഞേക്കാനാ യോന പറഞ്ഞത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളെങ്കിലും യോന പറഞ്ഞ നിങ്ങളെങ്കിലും രക്ഷപ്പെട്. ഒരിക്കൽ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ പൗലോസ് എന്താ ചെയ്യുന്നറിയാമോ? ദൈവ പൈതലെ എല്ലാവരെയും വിളിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു നമുക്കൊന്ന് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒന്ന് പാടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. കാരണം പൗലോസിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമാണെന്ന്. ഹല്ലേലൂയ. ഇത് രാത്രികാലം വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, നിന്നോട് കൂടെ ദൈവത്തിന്റെ കരുണയുണ്ട്, നിന്നോട് കൂടെ ദൈവത്തിന്റെ കരമുണ്ട്. ആശ്വസിപ്പിക്കുന്ന കരം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കരമോ അത് നോവിപ്പിക്കുന്ന, നമ്മളെ മുറിവേൽപ്പിക്കുന്നതാ. എന്നാൽ അപ്പന്റെ കരം നമ്മോട് കൂടെയുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവമേ കർത്താവേ ഹല്ലേലൂയ എന്നെ അങ്ങയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുകയാണപ്പാ. എത്ര പേർക്ക് സമർപ്പണമുണ്ട് ദൈവ പൈതലേ? ദൈവത്തിന്റെ കരം നമുക്കറിയാം. ഹല്ലേലൂയ. മോശയ്ക്ക് അനുകൂലമായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവമക്കളെ, യിത്രോവിന്റെ 2 പെൺമക്കൾ വെള്ളം എടുക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ മോശ അവരെ ഒന്ന് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ തന്റെ പിതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് കടന്നു വന്നതിന്റെ കാരണം എന്താ? എങ്ങനെ നിങ്ങൾക്കത് സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പെൺമക്കൾ പറഞ്ഞത്, അപ്പാ ഞങ്ങളെ ഇങ്ങനെ സഹായിച്ച ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ആ മോശയോട് ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ഹോരോബിൽ ഹല്ലേലൂയ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടില്ലേ? ദൈവമക്കളെ, ഹല്ലേലൂയ. ശേഷമായി മോശയ്ക്ക് അഹറോനെ കൂടെ കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂട്ടി യോജിപ്പിക്കേണ്ടതിനെ കൂട്ടി വരുത്തും ദൈവമക്കളെ. ഇന്ന് ഹല്ലേലൂയ ഒരു അനാഥയെ പോലെ കഴിയുകയാണോ സഹോദര? ആമേൻ. നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആരോട് പറയുവാൻ കഴിയാതെ ചില വിഷയങ്ങൾ നിന്റെ മനസ്സിന് ഉള്ളത്തിന് ആഴത്തിൽ ഒതുക്കിക്കൊണ്ട് കഴിയുകയാ. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം വചനത്തിലൂടെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വിളിച്ച് പറയുവാനുള്ളത്, എന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ശലോമോൻ ആലയം പണിഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ശലോമോന് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നത്? ചങ്ങാടം കെട്ടി അന്യദേശത്ത് നിന്നും തടികൾ കൊടുത്തുവിടപ്പെട്ടു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, മാത്രമല്ല ഏലിയാവിനോട് കൂടെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അപ്പവും ഇറച്ചിയും കാക്കയെ കൊണ്ട് കൊടുത്ത് അയക്കുവാൻ ദൈവത്തിന്റെ ഒരു അനുകൂലമായ സാഹചര്യം, ദൈവത്തിന്റെ കൈ ഹല്ലേലൂയ ഏലിയാവിന് അനുകൂലമായിരുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. ദൈവ പൈതലേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, നമ്മെ തന്നെ ഇന്ന് രാത്രികാലം ഒന്ന് സ്വയം പരിശോധന കഴിക്കണമേ. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ടോ? ഇന്ന് രാത്രികാലം ഉറങ്ങുന്നതിന് മുൻപായി കണ്ണുനീരോട് ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചാട്ടെ, അപ്പാ അപ്പന്റെ കരവിനോട് കൂടെ ഇല്ലേ? ഒന്ന് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പാ അങ്ങനോട് കൂടെ ഇല്ലേ? അങ്ങനെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ലേ? എനിക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അപ്പന്റെ മുഖത്തേക്കല്ലാതെ എനിക്ക് നോക്കുവാൻ മറ്റൊന്നില്ലപ്പ എന്ന ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞാട്ടെ, തുറന്ന മനസ്സോടെ ഒന്ന് പറഞ്ഞാട്ടെ, അപ്പന്റെ കരം നിന്നോട് കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഏത് നേരത്തും നമ്മെ, ഹല്ലേലൂയ, ഏത് നേരത്തും നമ്മെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിനെ അന്വേഷിക്കുന്നവരായി നാം തീരണം. ഏത് സമയത്തും കർത്താവിനെ നമ്മുടെ കഷ്ടങ്ങളിലാകട്ടെ, നമ്മുടെ പ്രയാസങ്ങളിലാകട്ടെ, നമ്മുടെ ഉയർച്ചയിലാകട്ടെ, താഴ്ചയിലാകട്ടെ, ദൈവ പൈതലെ പ്രതിസന്ധിയിലാകട്ടെ, പ്രശ്നങ്ങളിലാകട്ടെ,
ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ ഒരുപക്ഷെ നീ ഞെരുക്കത്തിൻ മധ്യത്തിലായിരിക്കാം. ആമേൻ. നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിശ്ചയമായും എന്റെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഇല്ല. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തെ അന്വേഷിക്കുക, കർത്താവിന്റെ മുഖം കണ്ടെത്തുക. ദൈവ പക്കലെ, ദൈവ പൈതലേ, ദൈവം നിനക്ക് അനുകൂലമായി വരും. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇന്ന് രാത്രികാലം കർത്താവെ കേട്ട വചനത്തിന് മുൻപ് ഞങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കാം. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കർത്താവ്, ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ നന്മയും അനുഗ്രഹവുമായി തീരട്ടെ. കർത്താവിൻ്റെ കരം, ആശ്വസിപ്പിക്കുന്ന കരം ഇന്ന് വചനം കേട്ട് എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. ഇന്നത്തെ രാത്രി വേളയിൽ ഈ വചനം കേട്ടവരോട് അപ്പച്ചന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൊണ്ട് നിറച്ചാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. വചനം കേട്ടവർക്കായി സ്തോത്രം, കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ കർത്താവേ. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും വീണ്ടും ഞാൻ അറിയിച്ചുകൊണ്ടും മാത്രമല്ല, എന്നെ ഇതുവരെയും ക്ഷമയോടുകൂടെ കാത്തിരുന്ന എന്നെ ഈ മെസ്സേജുകൾ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരോടുള്ള നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, റോസ് ഫാമിലി, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും എൻ്റെ പേജിൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ഒക്കെ എൻ്റെ അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ബഹുമാനിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർത്താവദാസൻ ഫാസ്റ്റർ വി ഡി ജോൺസൺ അവർ ഒക്കെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഒരുപാട് നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ നിശ്ചയമായും പകൽ 4 മണിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്നത് ഞാൻ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമെങ്കിൽ പ്രിയ ദൈവമക്കളെ, യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്നും റോസ്ലിൻ സുരേഷ് എന്നും 2 അക്കൗണ്ട് സജീവമാണ്, ആക്റ്റീവാണ്. നിങ്ങൾക്കതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ശുശ്രൂഷയെ നിങ്ങൾ പങ്കുചേരുക. ദിനംതോറുമുള്ള ആത്മീക മന്ന വചനത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നതും അറിയിച്ചും കൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.